Watch full episodes on Jio Hotstar. മൂൺ മാഗ്നത്തോറിന്റെ കയ്യിലേക്ക് പോയി. നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഈയൊക്കെ എന്റെ മൂൺ എന്നിൽ നിന്ന് അടിച്ചിട്ട് പോകാൻ നോക്കിയല്ലേ. ഇനി ഞാൻ നിങ്ങളുടെയൊക്കെ സൂര്യനെ അടിച്ചു മാറ്റാൻ പോവുക. സൂര്യനെ എനിക്ക് വേണം. ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മോട്ടുപത്തിലു, നിങ്ങൾ എല്ലാവരും ചേർന്ന് മാഗ്നത്തോറിനെ എങ്ങനെങ്കിലും തടഞ്ഞേ പറ്റൂ. മൗണ്ട് ഓഫ് മിസ്റ്റിക്കൽസിന്റെ പവറിലേക്ക് ചെല്ലൂ, അല്ലെങ്കിൽ അദ്ദേഹം സൂര്യനെയും കൊണ്ടുവരും. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് യാതൊരു പിടിയും ഇല്ല. അയാളെ നിർത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അയാളുടെ കമ്പിന് അത്രത്തോളം ശക്തിയുണ്ടല്ലോ. അതുപോലത്തെ ഒരു ആയുധം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം അയാളെ തോൽപ്പിക്കുന്നത് വളരെ പാടാ. ആ ആയുധങ്ങളൊക്കെ വേറെ ആരുടേതുമല്ല, അദ്ദേഹത്തിന്റെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശക്തികൾ മുഴുവനും അദ്ദേഹത്തിൽ നിന്നും ആയത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആയുധം എങ്ങനെയെങ്കിലും തട്ടിപ്പറച്ചു കഴിഞ്ഞാൽ ആ ശക്തികൾ മുഴുവനും കുറച്ച് സമയത്തേക്ക് ആയുധത്തിന്റെ അകത്തായിരിക്കും. ഏതെങ്കിലും ഒരു കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ശക്തികൾ മുഴുവനും പ്രയോഗിക്കാം. ഐഡിയ! നമ്മൾ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിലുള്ള ആ ആയുധം എടുക്കണം. അതിനുശേഷം അതിന് കമാൻഡ് കൊടുത്ത് മൂണിനെ നമുക്ക് തിരിച്ചയക്കാം. പക്ഷെ നമ്മളെക്കാളും 10 മടങ്ങ് വലുതായിട്ടുള്ള ആ സ്റ്റാഫിനെ നമ്മൾ എങ്ങനെ പോക്കും പറ്റുള്ളൂ? താങ്കൾ അതിനെ കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട. ആ ആയുധത്തിന് ഒരു മഹത്വമുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ അതിനുശേഷം ആ മാഗ്നത്തോർ നിങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഒരു പ്രശ്നമല്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഭൂമിയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമല്ലോ. വാവ്, നിങ്ങളെ പോലെയുള്ള ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങളുടെ ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ പോലും നൽകാൻ തയ്യാറാണ്. വരൂ, സമയമില്ല. നിങ്ങൾ എല്ലാവരും ആർത്തോസിന്റെ കൂടെ ചെന്നോളൂ. ഞാൻ പുറകെ ഉണ്ടാവും. ആർത്തോസ്, ചെല്ല്, ഇവരെ മൗണ്ട് ഓഫ് മിസ്റ്റിക്കൽ പവറിലേക്ക് കൊണ്ടുപോ. ഇവിടെ ഒന്നുമില്ല. ആ പഞ്ചതത്വമാല എവിടെ പോയി? മൈറ്റി മാഗ്നത്തോർ ആ 5 തൂണുകളും 5 തത്വങ്ങളെ പ്രതികരിക്കുന്നതാണ്. കാറ്റ്, വെള്ളം, ആകാശം, അഗ്നി, പിന്നെ നിലവും. 100 വർഷത്തിൽ ഒരിക്കലാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുക. അപ്പൊ ഈ മലകളുടെ നടുവിൽ ഈ തൂണുകളുടെ ശക്തി പ്രതിഫലിക്കുന്നതാണ്. എല്ലാം ഒരേ സ്ഥലത്ത് കൂടുന്നതാണ്. വേഗം പോവാം. വരൂ, നമുക്ക് പോയി ഓടിച്ചിരിക്കാം. വൈസ്, എന്താ ഇത്ര പെട്ടെന്ന് കാറ്റ് ഇത്ര ശക്തമായി അടിക്കുന്നത്? വൈസ്, ഇവിടെ എന്താണ് നടക്കുന്നത്? മൈറ്റി മാഗ്നത്തോർ, അവിടുന്ന് ശക്തി പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അകത്തേക്ക് പോകാം. ഇവിടെ ഈ കാറ്റ് വീശുന്നത് വരെ നിങ്ങള് അകത്ത് തന്നെ ഉണ്ടായിരിക്കണം. അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ശക്തി അപ്പൊ തന്നെ നഷ്ടപ്പെടുന്നു. പിന്നെ ഒരിക്കലും നമുക്ക് ഈ കാറ്റ് കിട്ടാൻ സാധ്യതയില്ല. ഇനി മുതൽ ആ സൂര്യൻ എന്റെ മാത്രം സ്വന്തമാണ്. Lingam sir, start as planned. Okay, Motu. ഇളനീർ പട്ടാളമേ, go and attack. ചിങ്കം സാർ, ഞങ്ങളുടെ പൊസിഷൻ ഒന്ന് പറഞ്ഞു തരണേ.
ഓ യെസ് കമാൺ. ഇതിന്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ചതഞ്ഞു പോകുന്ന ഒന്നല്ല പറ്റൂ. ഇതാരുടെ കയ്യിലേക്കാണോ പോകുന്നത് അവരുടെ സൈസ് അനുസരിച്ച് ചെറുതാവും ഇത്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. മോട്ടു വരൂ പോവാം. സ്റ്റാഫ് മൂണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. വേണ്ട. എന്റെ നമുക്ക് പോവാ ഇവിടുന്ന്. അവന്മാരെ പിടിക്ക. അവന്മാരുടെ കയ്യിൽ എന്റെ മൂണാണുള്ളത്. Yes. മോട്ടു അങ്ങോട്ട് നോക്ക്. മോട്ടു മൂണിനെ വിടരുത്. ഞങ്ങളും നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. ഇന്ന വിട്ടു. പറ്റൂങ്കി ഒന്ന് പിടിക്കടാ. എവിടേക്കാ ഓടുന്നത്? നിങ്ങളെ വിടില്ല. നിക്ക്. ഇനി എത്ര സമയം കൂടി? കുറച്ച് സമയം കൂടെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ അത്രയ്ക്കായോ? ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്ന് ഞങ്ങളോട് തന്നെ ഏറ്റുമുട്ടാറായോ നിങ്ങള്? ഞങ്ങളുടെ ധൈര്യം ഇനി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഗസിതാറാം തയ്യാറല്ലേ? തയ്യാർ. ഏയ് നിക്ക്. വാ വാ ഓടി വാ. എന്താ വീട് പോയോ? ഞങ്ങളെ വന്ന് പിടിക്കണ്ടേ? നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. Don't you fear when Chingam is here. ഇനി ഞാൻ ആ സൂര്യനെ സ്വന്തമാക്കും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട എന്റെ മൂൺ പതിലു, ഞാൻ ഇതാ വരുന്നു. ഇനി നീക്ക് എങ്ങനെ രക്ഷപ്പെടും? ഓടിക്കോ. എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇന്നാ പിടിച്ചോ. അറ്റാക്ക്. അല്ല ഇതിന്റെ പവർ. ഒരുപാട് സമയമായില്ലേ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ പവർ മുഴുവനും ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോയിന്ന്. ഈ സ്റ്റഫ് അവന്റെ കയ്യിൽ വീണ്ടും കൊടുക്കണമെന്നാ തോന്നുന്നേ. കേക്ക്. എന്റെ സ്റ്റിക്ക്. ഓടി രക്ഷപ്പെട്ടോ? സ്റ്റാഫിനകത്ത് ശക്തി വീണ്ടും വന്നിരിക്കുന്നു. പതിലു, എന്റെ മൂൺ എനിക്ക് മര്യാദയ്ക്ക് തിരിച്ചേരുന്ന ആള് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊതുകിനെ ഞെരുക്കുന്ന പോലെ ഞെരുക്കിക്കളയും. എന്നാ വാ. എവിടെയാണ്? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തു വാ. ആ ഇപ്പം വന്ന് നിന്റെ ധൈര്യം എന്താന്ന് കാണിച്ചിട്ട് ആ മൂണെടുത്തോണ്ട് പോവാൻ നോക്ക്. അല്ല, എവിടെയാണ് നീ? ഞാതാ ഇവിടെ നിൽക്കുന്നു. എന്നെ മണ്ടനാക്കാൻ നോക്കുകയാണോ? എവിടെയാണെന്ന് പറ. നമ്മള് മാഗ്നത്തോറിന് തന്നെ ഒരു പണി കൊടുത്തല്ലോ. വീണാട് എഴുന്നേക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ പോകണം. വേഗം വാ. നമുക്ക് രക്ഷപ്പെടാം.
എന്റെ അമ്മോ മോട്ടുപത്രു വേഗം വന്നേ. ദേ വരുന്നു. ഓക്കെ ലെറ്റ്സ് ഗോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു കുതിര സവാരി ഞാൻ ഇതുവരെ പോയിട്ടേ എന്തിനാ ഇത്രയും വേഗം സ്റ്റോപ്പ് എന്ന് പറഞ്ഞേ? നേരം വൈകിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാ പറഞ്ഞേ. മോട്ടു വേഗം വാ പോകാം. മൂണിനെ എത്രയും പെട്ടെന്ന് അതിന്റെ സ്ഥലത്തേക്ക് അയക്കണം. ഓക്കെ പട്ലു. ഹേ സ്റ്റഫ്, മൂണിനെ അതിന്റെ ഒറിജിനൽ സൈസിലേക്ക് മാറ്റി വീണ്ടും ആകാശത്തേക്ക് അയക്ക്. എന്റെ മൂണിനെ നിങ്ങൾക്ക് ആർക്കും ഞാൻ തരില്ല. പോകല്ലേ. വേഗം പോ, വേഗം പോ. എന്റെ നമ്മുടെ മൂൺ രക്ഷപ്പെട്ടു. എന്റെ ഞാൻ വെറുതെ വിടില്ല. ഇതൊക്കെ ഞാൻ കൊന്നുകളയും. എന്റെ കയ്യിന്ന് എന്റെ മൂണിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? രക്ഷപ്പെടാം. ഇനി നീക്ക് എങ്ങോട്ട് പോകും? നിങ്ങളുടെയൊക്കെ അവസാനമായിരിക്കുന്നു. അങ്ങനെ ഒരിടത്തിന് എന്റെ കൈ കിട്ടി. അയ്യോ കാലേ മുള്ളുകൊണ്ടേ മുള്ളുകുത്തി കയറിയേ. മാഗ്നത്തോട് അവരെ വിട്ടേക്ക്. മൂൺ പോയാ നമുക്കെന്താ? ദേ വരുന്നു സൂര്യൻ, അവനെ പിടിക്കാൻ നോക്ക്. താങ്ക് യു. ഞാനതങ്ങ് മറന്നുപോയി. നീ തന്നെ ഒരുപാട് പ്രാവശ്യം മാഗ്നത്തോർ വിളിച്ചു അല്ലേ? അപ്പൊ പിന്നെ മൈറ്റി മാഗ്നത്തോർ ആരാണാ വിളിക്കുക? എന്റെ അമ്മോ കമോൺ ലെറ്റ്സ് എസ്കേപ്പ്. ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ വെറുതെ വിടാൻ പാടില്ല. അതിനുള്ളിൽ ഞാൻ സൂര്യനെ സ്വന്തമാക്കും. സോറി, നിങ്ങൾ എന്നോട് കളിക്കാറായോ? വിടില്ല നിങ്ങളെ. എന്തായി ചെയ്യുന്നേ? ഞാനാണ് വേട്ടക്കാരൻ. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? എന്റെ ഇരകളെ നീ വേട്ടയാടുന്നോ? മാറ്റി മാഗ്നത്തോർ, നിങ്ങളല്ലേ അവരെ വിടരുതെന്ന് പറഞ്ഞത്? അവരെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞതിനർത്ഥം അവരെ ഓടിച്ചിട്ട് പിടിക്കാനാ. പറഞ്ഞത് മാത്രം അനുസരിച്ചാ മതി. ഓക്കെ മൈറ്റി മാഗ്നത്തോർ. ഇനിയിപ്പോ എങ്ങോട്ട് പോകും? പത്ലു, വെറും വയറ്റിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയില്ലേ? എന്തെങ്കിലും വേഗം ചെയ്യ്. ഐഡിയ. ചിങ്കം സാറേ, എനിക്ക് മനസ്സിലായി പത്ലു. യെസ്, ഇളനീർ പട്ടാളമേ, ഗോ കവർ ദ സൺ. ഇനി സൂര്യൻ എന്റെ സ്വന്തം. ഇവിടെ എന്ത് മാജിക്കാണ് ഈ നടക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും വെറുതെ വിടില്ല. ഞാൻ നിന്നെ വെറുതെ വിടില്ല, മനസ്സിലായോ? മോട്ടു, നിനക്ക് ഇവന്റെ ഒപ്പം ഒന്നും ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. നീയും വലിയ ആളായാൽ മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. പട്ലു, ചെറുതിലെ തൊട്ടേ എനിക്ക് വലുതാവണമെന്ന് ഭയങ്കര ആഗ്രഹമാ.
പക്ഷെ ഇപ്പൊ നമുക്ക് ആദ്യം ഈ പണി തീർക്കാം. എന്റെ മോട്ടു, ഞാൻ അതുപോലുള്ള വലിയ ആളുടെ കാര്യമല്ല പറഞ്ഞ്, ഞാന് ഇതിനെ കുറിച്ചാ പറഞ്ഞത്. ബ്രോ, നീ കലക്കി എങ്ങനെയെങ്കിലും സ്പ്രേ ചെയ്ത് മോട്ടുവിനെ വലുതാക്കുന്നേ. ഓക്കെ ഡോക്ടർ ജഡ്ക. ഇതെന്താ വർക്ക് ആവാത്തത്? നിനക്കൊക്കെ അത്രയ്ക്ക് ധൈര്യമായോ? മൈറ്റി ഓൾ മൈറ്റി മാഗ്നത്തോറിനടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണോ? ഇനി നിന്നെയൊക്കെ ജീവനോടെ ഞാൻ വിടില്ല. വേണ്ട. വേണ്ട, എന്റെ സുഹൃത്തിനെ വിട്ടേക്ക്. അവൻ പാവാ. പ്ലീസ് അവനെ വിട്ടേക്ക്. വേണമെങ്കിൽ എന്നെ കഴിച്ചോ മാഗ്നത്തോർ. വേണ്ട മോട്ടു. നിന്നെയും ഞാൻ തിന്നും മോട്ടു. നിന്നെ മാത്രമല്ല നിന്റെ സുഹൃത്തുക്കളെയും. പക്ഷേ ആദ്യം 10 രൂപ. വേണ്ട, ആദ്യം എന്നെ കഴിക്കേ, എന്നിട്ട് എന്റെ സുഹൃത്തിനെ വെറുതെ വിട്. എന്നെ ഇത്രയും മുറുക്കി പിടിക്കണ്ട. വിട് വിട്. വേണ്ട. വിട് വിട് മാഗ്നത്തോർ, അവനെ വെറുതെ വിട്. അയ്യോ. പത്ലു, എന്റെ സുഹൃത്തിനെ ആണോ? മോട്ടു രക്ഷിക്കേ. രക്ഷിക്കണേ. വേണ്ട. പത്ലു, കലക്കി മോട്ടു. ഇനി ആയിരിക്കും രസം. അവരെ വെറുതെ വിടരുത്. മോട്ടു, ഇപ്പൊ വരുന്നോ? ഇതെന്താ പുതിയ കൊല്ലാപ്പ്? അയ്യോ അയ്യോ, ആരെങ്കിലും രക്ഷിക്കേ. പറപ്പിക്കാണല്ലോ. മൈ ഗോഡ്. എനിക്ക് അവനെ എതിർക്കാൻ തയ്യാറായിക്കോ. നിക്കവിടെ. ഇവനെ കഥ അവസാനിപ്പിക്കേ. അയ്യോ പട്ലു, ഈ മരുന്ന് ശരിക്കും വർക്കാവുന്നില്ല കേട്ടോ. എന്തോ ഒന്ന് ഈ ഇടയ്ക്കിടയ്ക്ക് ചെറുതും വലുതുമാകുന്നത് ശരിക്കും ഉപയോഗിക്ക്. പുരുഷന്മാരെ, നിന്നെയൊക്കെ ഉറുമ്പിനെ ഞെരിക്കുന്നവർ ഞാൻ ഞെരിച്ചു കളയാം. അയ്യോ രക്ഷിക്കേ. എവിടെ പോയി? എവിടെ പോയി? ഇതാരുടെ കൈകളാണ്? എനിക്കെന്താ 4 കൈകളുണ്ടോ? അതെന്റെ കൈയായിരുന്നു. എടാ, നീ എങ്ങോട്ട് പോയി? എടാ കുഞ്ഞു മനുഷ്യ, നീ എന്റെ അടുത്ത് എന്ത് കളിയായി കളിക്കുന്നേ? മുന്നിൽ വാ. ഹലോ, ഇതെങ്ങനെയുണ്ട്? അയ്യോ, വീണ്ടും ചെറുതാവുന്നല്ലോ. ഇന്നാ പിടിച്ചോ. ഇനി ഇത് എന്റെ ഊഴവാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല മോട്ടു.
നീ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണോ? നിന്നെ ഞാൻ ഇനി വെറുതെ വിടില്ല. ഞാനിതാ വന്നു മാഗ്നത്തോർ. ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പൊ കാണിച്ചുതരാം. ഇനി നിന്നെയൊക്കെ വെച്ചോണ്ടിരിക്കാതെ എത്രയും വേഗം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നീയൊക്കെ തീർന്നടാ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എന്താ പ്രശ്നം? ഇത് നിങ്ങളുടെ വേട്ടയല്ലേ, പിന്നെ നിങ്ങൾ ദേഷ്യം വന്ന് ഞങ്ങളെ തല്ലും. ഇനി ഞാൻ തടഞ്ഞാലും നിങ്ങൾ നിർത്താൻ പാടില്ല. ഫൈറ്റ് തുടങ്ങിക്കോളൂ. ഇത് മൈറ്റി ഓൾ മൈറ്റി നിങ്ങൾക്ക് നൽകുന്ന ആജ്ഞയാണ്. ഈ സൂര്യനെ എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾ തുടർന്നുകൊള്ളൂ. അതെ, നിക്ക് നിക്ക് നിക്ക്. എന്താണോ ഈ ചെയ്തത്? ഇപ്പൊ താങ്കളല്ലേ പറഞ്ഞത് താങ്കൾ എന്തെന്നെ തടഞ്ഞാലും അടിക്കുന്നത് നിർത്താൻ പാടില്ല എന്ന്? അങ്ങനെയാണെങ്കിൽ മൈറ്റി ഓൾ മൈറ്റി മാഗ്നത്തോറിന്റെ ആജ്ഞ പാലിക്കൂ. മോട്ടുപത്രവനെ വിടരുത്, അടിക്കൂ. ആഹാ, വരൂ വരൂ. എന്നെയല്ല തല്ലേണ്ടത്. അയ്യോ, ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ, വേദനിക്കുന്നേ. ദേ ഇവിടെ. നിങ്ങളോട് തല്ലാൻ പറഞ്ഞത് ആരെയാ? എന്നിട്ട് ആരെയാ തല്ലുന്നത്? ഇത്രയും വലിയ തല്ല് ഞാൻ ഇതിനു മുമ്പ് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അയ്യോ, എന്റെ നടുവേ. അയ്യോ, എന്റെ കൈ. അയ്യോ, എന്റെ നട്ടല് ഒടിഞ്ഞേ. കാലേ കാലേ, എന്റെ കാല്. എന്താടാ, ഒരു ഭാഗം പോലും വിടാതെ തല്ലി ചതക്കുകയാണോ? ഇത് കാണുമ്പോൾ നല്ല തമാശ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. അയ്യോ, അടിക്കല്ലേ, ഒന്ന് നിർത്തടാ. മുകളിലിരിക്കുന്നവരെങ്കിലും ഓർത്ത് ചെയ്യാതെ. കൂടുതൽ വെറുപ്പിക്കരുത്. വേണ്ട വേണ്ട വേണ്ട. സോറി. രക്ഷിക്കേ. എടുക്ക്. ഇവൻ വളരെ ചെറുതാകട്ടെ. മാഗ്നത്തോർ ചേട്ടാ, എന്നെ പഴയതുപോലെ ശരിയാക്കി. നീ ഇപ്പോ ഓൾമൈറ്റി മാഗ്നത്തോർ ഒന്നും അല്ല, ലിറ്റിൽ മാഗ്നത്തോറാ. താങ്ക് യു മോട്ടുപത്ലു ചേട്ടാ. ഇന്ന് നിങ്ങളുടെ സഹായം കാരണം ഞങ്ങൾ എല്ലാവരും മാഗ്നത്തോറിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചോ, ഈ സ്റ്റഫ് ഒരു കാരണവശാലും ദുഷ്ടന്മാരുടെ കയ്യിലേക്ക് പോകാൻ പാടില്ല. മാഗ്നത്തോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഒരു പവറും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ലിറ്റിൽ മാഗ്നത്തോറിന് എന്താ ചെയ്യാ? എന്നാ നമുക്ക് ഈ ലിറ്റിൽ മാഗ്നത്തോറിനെ ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കാം. എന്ത് പറയുന്നു? പറഞ്ഞത് അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഇവിടുന്ന് ഓടിപ്പോയിക്കോളാമേ, ഓടിപ്പോയിക്കോളാമേ. അയ്യോ, എന്നെ വെറുതെ വിടണേ. ലിറ്റിൽ മാഗ്നത്തോർ, നിന്റെ കുപ്പി എടുത്തോണ്ട് വെക്കോ. എന്നെ ആരെങ്കിലും ഒന്ന് പുറത്തിറക്ക്. നിങ്ങൾക്ക് എന്നെ ബന്ധിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ബോട്ടില്ലാത്തിടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.